Hi all. ഇന്നത്തെ സെഷൻ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ് ആണ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഇതിന്റെ കുറച്ച് ബേസിക് റിസൾട്ട് കണ്ടായിരുന്നു. ഏതാണത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റിസൾട്ട് ആണിത്. നമ്മൾ ഇനി കൂടുതൽ റിസൾട്ട് ഈ ക്ലാസ്സിൽ കാണും. അത് ഇതിൽ നിന്നാണ് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി റിസൾട്ട് എല്ലാം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് നമുക്ക് നോക്കാം. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ is equal to cos x cos y മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞിരുന്നു. അതായത് കോസിന്റെ ഫംഗ്ഷൻ ഇന്റർചേഞ്ച് ചെയ്യുന്നില്ല. കോസിന്റെ കോസ് തന്നെയാണ്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് സൈനും ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇന്റർചേഞ്ച് ചെയ്യാതെ കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ കോസ് ഫംഗ്ഷൻ മാറാത്തതുകൊണ്ട് ഇവിടെ സൈൻ ഒന്ന് ചേഞ്ച് ആവണം. പ്ലസ് എന്നുള്ളത് മൈനസ് ആയി അല്ലേ? അതുപോലെ ഇവിടെയും ഫംഗ്ഷൻ മാറുന്നില്ല. കോസ് എക്സ് കോസ് വൈ എന്നാണ്. ഫംഗ്ഷൻ മാറുന്നില്ല, അതുകൊണ്ട് ഇവിടെ സൈൻ മാറും. സൈൻ്റെ നോക്കിക്കേ, സൈൻ്റെ ഫംഗ്ഷൻ ഇന്റർചേഞ്ച് ആയി. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ എന്നാണ്. ഇന്റർചേഞ്ച് ചെയ്ത് വന്നു, ഇവിടെ ഇന്റർചേഞ്ച് ചെയ്തു. അതുകൊണ്ട് സൈൻ മാറ്റണ്ട, ഏതെങ്കിലും ഒരെണ്ണം മാറിയാൽ മതി. ഫംഗ്ഷൻ മാറിയാൽ സൈൻ മാറ്റണ്ട, ഫംഗ്ഷൻ മാറിയില്ലെങ്കിൽ സൈൻ മാറ്റണം. അത് ഓർത്തിരിക്കാൻ, അതായത് പ്ലസും മൈനസും ഒന്നും മാറിപ്പോകാതിരിക്കാനുള്ളൊരു ചെറിയ ട്രിക്കാണ്. അതായത് സൈൻ്റെ ഇവിടെ പ്ലസ് ഉള്ളിടത്ത് പ്ലസ് തന്നെ, മൈനസ് ഉള്ളിടത്ത് മൈനസ് തന്നെ. പക്ഷേ സൈൻ്റെ ഫംഗ്ഷൻ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യണം. സൈനും കോസും കോസും സൈനും. പക്ഷേ കോസിൻ്റെ കോസും സൈനും ഫംഗ്ഷൻ ഇന്റർചേഞ്ച് ചെയ്ത് വരുന്നില്ല. ഇന്റർചേഞ്ച് ചെയ്ത് വരുന്നില്ലെങ്കിൽ സൈൻ ഇന്റർചേഞ്ച് ചെയ്യണം. ഫംഗ്ഷൻ ഇന്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ സൈൻ സെയിം ആയിരിക്കണം. അതൊന്ന് ഓർത്തിരിക്കാനുള്ളൊരു ജസ്റ്റ് ഒരു എളുപ്പവഴിയാണ്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പുതിയ റിസൾട്ട് നമുക്ക് പരിചയപ്പെടാം. ഇഫ് നൺ ഓഫ് ദി ആംഗിൾസ് എക്സ്, വൈ and x plus y is an odd multiple of pi by 2, then tan of x plus y is equal to tan x plus tan y divided by 1 minus tan x tan y. ഇതാണ് പുതിയ റിസൾട്ട്. ഈ റിസൾട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. പക്ഷെ അതിന് മുമ്പ് ഒരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നൺ ഓഫ് ദി ആംഗിൾസ് എക്സ് വൈ ആൻഡ് എക്സ് പ്ലസ് വൈ ഇസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. അതായത് എക്സും വൈയും എക്സ് പ്ലസ് വൈയും പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആകാൻ പാടില്ല. അത് അതിൻ്റെ റീസൺ ഇതാണ്. നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ കോസ് 0 ആയിപ്പോയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയി പോകും അല്ലേ? അതായത് ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരാൻ പാടില്ല. അപ്പോൾ ഈ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2ലാണ് നമുക്ക് സൈൻ 0 അല്ല കോസ് 0 ആവുന്നത് അല്ലേ? കോസ് എക്സ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2, 2n plus 1 ഇൻറ്റു പൈ ബൈ 2 നമ്മൾ നേരത്തെ കണ്ട റിസൾട്ടാണ്. കോസ് 0 ആവുന്നത് പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് എക്സും വൈയും എക്സ് പ്ലസ് വൈയും ഒന്നും ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആകാൻ പാടില്ല. ആയാൽ എന്ത് സംഭവിക്കും? ടാൻ എന്നുള്ള ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അപ്പോൾ ഈ കണ്ടീഷൻ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. LHS എന്താണ്? ടാൻ ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലേ? ഇനി സൈൻ ഓഫ്, നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ടാണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. എന്താണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ എക്സ് കോസ് വൈ, ഇവിടെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് സൈൻ ഇനി എന്ത് ചേഞ്ച് ചെയ്യണ്ട. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസിൻ്റെ എന്ത് വരും? കോസിൻ്റെ ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നില്ല, കോസ് എക്സ് കോസ് വൈ, പക്ഷെ അതുകൊണ്ട് സൈൻ ചേഞ്ച് ആവണം, മൈനസ് സൈൻ എക്സ് സൈൻ വൈ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററേയും ഡിനോമിനേറ്ററേയും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ബൈ കോസ് എക്സ് കോസ് വൈ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ റീസൺ ഇതാണ്. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഒന്ന് നോക്കുക. ഇവിടെ 1 വരണം അല്ലേ? ഇവിടെ 1 വരണമെങ്കിൽ ഇത് കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 വരുന്നത്. ആ 1 വരാൻ വേണ്ടി അങ്ങനെ ഓർത്തിരിക്കാം നിങ്ങൾക്ക്. 1 നമുക്ക് കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും ഇസ് ഈക്വൽ ടു
sin x cos y divided by cos x cos y plus cos x sin y divided by cos x cos y all divided by cos x cos y divided by cos x cos y minus sin x sin y divided by cos x cos y. എല്ലാത്തിനും ഡിവൈഡ് ചെയ്തു. cos x cos y ഉണ്ട്. ഇവിടെ ക്യാൻസൽ ആവും, 1 വരും. sin x cos y, ഇവിടെ cos y ക്യാൻസൽ ആകും. അപ്പോൾ sin x by cos y എന്താണ്? tan x പ്ലസ് ഇവിടെ cos x ക്യാൻസൽ ആവും. അപ്പം sin y ഡിവൈഡ് ബൈ cos y കിട്ടും tan y ഡിവൈഡഡ് ബൈ 1 ആകും. ഇത് ഫുൾ ക്യാൻസൽ ചെയ്തു പോകും. 1 മൈനസ് ഇവിടെ ഒന്നും ക്യാൻസൽ ആവാനില്ല. അപ്പം sin x ബൈ cos x നമുക്ക് tan x എന്നും sin y ബൈ cos y എന്തെന്ന് എഴുതാം? tan y എന്ന് എഴുതാം. നമ്മുടെ റിസൾട്ട് ആയില്ലേ? ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് വന്നു. tan x പ്ലസ് tan y ഡിവൈഡ് ബൈ 1 മൈനസ് tan x tan y. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്ന വേറൊരു റിസൾട്ടാണ് tan of x minus y is equal to tan x minus tan y divided by 1 plus tan x tan y. അതായത് ഇതിനകത്ത് കുറച്ച് മാറ്റം വരുത്തിയാൽ നമുക്കിത് കിട്ടും. നോക്കി ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. tan of LHS എന്താണ്? tan of x minus y is equal to നമുക്ക് എന്തെന്ന് എഴുതാം? ഇതിനെ tan of x plus minus y എന്ന് എഴുതാം അല്ലേ? കാരണം നമുക്ക് tan of x plus y അറിയാം. tan of x plus y ഉപയോഗിച്ച് yൻ്റെ സ്ഥാനത്ത് മൈനസ് y കൊടുത്ത് എഴുതിയാൽ എന്ത് കിട്ടും? tan x പ്ലസ് tan അതിൻ്റെ സ്ഥാനത്ത് മൈനസ് y കൊടുക്കുക. tan മൈനസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x tan മൈനസ് y അല്ലേ? ഈക്വൽ ടു tan x. ഇനി tan ഓഫ് മൈനസ് y എന്താണിത്? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു സൈൻ്റെ സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അതുകൊണ്ട് കോസിൻ്റെ ആണെങ്കിൽ പക്ഷേ പോസിറ്റീവ് വരും. സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് ടാനിൻ്റെയും ടാൻ ഓഫ് മൈനസ് എക്സ് മൈനസ് ടാൻ എക്സ് വരും. കാരണം സൈൻ ബൈ കോസ് അല്ലേ, ഒരെണ്ണം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ടാനിനും അത് ബാധിക്കും. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതെന്താകും? മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇതുപോലെ ടാൻ ഓഫ് മൈനസ് വൈ വീണ്ടും എന്താകും? മൈനസ് ടാൻ വൈ ആകും അല്ലേ? ടാൻ ഓഫ് മൈനസ് വൈ എന്നുള്ളത് മൈനസ് ടാൻ വൈ ആകും. അപ്പം നമുക്ക് ഇത് ഈ മൈനസും ഈ മൈനസും കൂടെ ഇവിടെ മൈനസ് ടാൻ വൈ ആകും. ആ മൈനസും ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആകും. പ്ലസ് ടാൻ വൈ എന്ന് കിട്ടും. നമ്മുടെ റിസൾട്ട് ആയി അല്ലേ? ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. ഓക്കെ, ഇതുപോലെ നമുക്ക് കോട്ടും ടാൻ ഡിറൈവ് ചെയ്ത പോലെ തന്നെ കോട്ടും കോസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കോസിൻ്റെ സൈൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. കോട്ടിൻ്റെ ഇക്വേഷൻസ് ഇതാണ്. കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സും കോട്ട് ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. ഇപ്പം ടാൻ ആണ് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് ഞാൻ ടാൻ ചെയ്ത് കാണിച്ചത്. ടാൻ ആണ് കൂടുതൽ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരുന്നത്. കോട്ട് അത്രയ്ക്ക് അങ്ങ് ആവശ്യം വരാറില്ല, എന്നാലും കോട്ടൊന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ സൈൻ മാറിപ്പോവാതെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ടാൻ ഓർത്തിരിക്കുക. ടാൻ്റെ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം മേലെ ഇവിടെ നമുക്ക് മേലെ നെഗറ്റീവും താഴെ പോസിറ്റീവും ആണ്. ടാൻ ഓഫ് എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈൻ്റെ മേലെ ഈ മൈനസ് തന്നെ, മൈനസും താഴെ പോസിറ്റീവ് ആണ്. എക്സ് പ്ലസ് വൈ വരുമ്പോഴത്തേനും തിരിച്ചു വരും അല്ലേ? എക്സ് പ്ലസ് വൈ വരുമ്പോൾ മേലെ പോസിറ്റീവും താഴെ നെഗറ്റീവും ആണ്. മേലെ ഈ പ്ലസ് തന്നെ മേലെ വരും, താഴെ നെഗറ്റീവ് ഓപ്പോസിറ്റ് വരും. മേലെയുള്ള സൈൻ സെയിമും താഴെയുള്ള സൈൻ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ടാൻ്റെ അങ്ങനെ ഓർത്തിരിക്കുക. കോട്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. ഇനി കോസ് 2x ഒരു റിസൾട്ട് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് നോക്കാം. കോസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ റിസൾട്ടുകളുണ്ട്. കോസ് 2x കേട്ടോ. കോസ് 2x ഈക്വൽ ടു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്, ഈ ഫസ്റ്റ് വൺ. ഇത് നന്നായിട്ട് ഓർത്തിരുന്നാൽ മതി. ബാക്കി നമുക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. കോസ് 2x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളത്. ബാക്കി ഇതെല്ലാം അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്
മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇത് ഏറ്റവും cos 2x = cos square x - sin square x നന്നായിട്ട് ഓർത്തിരുന്നാൽ ഈ രണ്ടെണ്ണം അതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. cos 2x = cos square x - sin square x എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനുവേണ്ടി നമുക്ക് പഠിച്ച കോസിൻ്റെ റിസൾട്ട് ഇതാണ്. cos of x + y = ബേസിക് റിസൾട്ട് cos x cos y minus sin x sin y. അല്ലേ? ഇതിനകത്ത് വൈനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. വൈ മാറ്റി നമുക്ക് എക്സ് കൊടുക്കാം. അങ്ങനെയാണ് എന്ത് കിട്ടും? കോസ് ഓഫ് വൈക്ക് പകരം എക്സ് കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് വരും അല്ലേ? എക്സ് പ്ലസ് എക്സ് = കോസ് എക്സ്. വൈക്ക് പകരം എക്സ് കൊടുക്കുക, വീണ്ടും കോസ് എക്സ് വരും. സൈൻ എക്സ് സൈൻ എക്സ് വരും. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കിട്ടിയില്ലേ? അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരും കോസ് എക്സ് പ്ലസ് എക്സ് 2x. കോസ് 2x = കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. എളുപ്പത്തിൽ കിട്ടി. ഈ റിസൾട്ട് ഓർത്തിരിക്കുക. ഇനി ഈ റിസൾട്ടിൽ നിന്നാണ് നമുക്ക് ഈ റിസൾട്ട് കോസ് 2x = 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കിട്ടി കോസ് 2x = cos 2x = cos square x minus sin square x എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഈ ഫസ്റ്റ് cos square xന് എങ്ങനെ എഴുതാം? ഏത് വേണമെങ്കിലും ആദ്യം എടുക്കാം. ആദ്യം ഞാൻ ഫസ്റ്റ് cos square xന് മാറ്റി ഇതിവിടെ നിൽക്കട്ടെ. cos square x മൈനസ് sin square xനെ മാറ്റാം. എഴുതിയ ഓർഡറിൽ തന്നെ വരാനാണ്. sin square xനെ മാറ്റി 1 മൈനസ് cos square x എന്ന് എഴുതി. ഈക്വൽ ടു ഇതിനെഴുതാം cos square x മൈനസ് 1 ഈ ബ്രാക്കറ്റ് കളഞ്ഞ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് cos square x = cos square x plus cos square x 2 cos square x എന്ന് കിട്ടും മൈനസ് 1. അപ്പോൾ നമുക്ക് ഇത് കിട്ടി, ഈ റിസൾട്ട് കിട്ടി. ഫസ്റ്റ് വൺ cos 2x = 2 cos square x മൈനസ് 1 കിട്ടി. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ cos 2x = എല്ലാം ഇതിൽ നിന്നാണ് ഫസ്റ്റ് നമ്മൾ കണ്ട cos square x മൈനസ് sin square x നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇവിടെ cos square x മാറ്റണം. ആദ്യം നമ്മൾ sin square x ആണ് മാറ്റിയത്. ഇവിടെ cos square x ഒന്ന് മാറ്റി കൊടുക്കുക. cos square x നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് sin square x എന്ന് എഴുതാം. മൈനസ് ഈ sin square x അങ്ങനെ തന്നെ എഴുതി. cos square x മാറ്റി 1 മൈനസ് sin square x എന്ന് എഴുതി. ഇത് കിട്ടും 1 മൈനസ് 2 sin square x അല്ലേ? മൈനസ് sin square x മൈനസ് sin square x മൈനസ് 2 sin square x വരും. കിട്ടിയില്ലേ? ഈ റിസൾട്ട് കിട്ടി. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതാം. cos 2x = cos square x മൈനസ് sin square x. ഇനി ഇവിടെ നോക്കി ഈ റിസൾട്ട് നമുക്കൊരു ഡിനോമിനേറ്റർ ഒക്കെ വരുന്നുണ്ട്. 1 + tan square x ഡിനോമിനേറ്ററിൽ വരണം. അപ്പോൾ tan ഒക്കെ വരണം താഴെ. വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ താഴെ 1 ആണ്. ഇപ്പോൾ ഒന്നുമില്ല താഴെ, ഡിനോമിനേറ്ററിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് എഴുതാം? cos square x plus sin square x എന്ന് എഴുതാം. കാരണം cos square x plus sin square x നമുക്കറിയാം 1 ആണെന്ന് അറിയാം. അതുകൊണ്ട് ചുമ്മാ നമ്മൾ അവിടെ cos square x plus sin square x എഴുതി. അത് എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ tan വരണം, 1 + tan square x കിട്ടണം. അതിന് വേണ്ടിയാണ് അതൊന്ന് മാറ്റി എഴുതുന്നത്. ഇനി നമുക്കിതിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ 1 ആണ് വരുന്നത്. ആ 1 കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിവൈഡിങ് ബൈ cos square x ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്യണം. എന്ത് കിട്ടും? = cos square x ഡിവൈഡഡ് ബൈ cos square x മൈനസ് sin square x ഡിവൈഡഡ് ബൈ cos square x all divided by cos square x divided by cos square x plus sin square x divided by cos square x. ക്യാൻസൽ ചെയ്ത് പോകും. 1 മൈനസ് എന്താവും? sin square x by cos square x tan square x.
അല്ലേ? താഴെ ഇവിടെ 1 cos square എക്സും cos square എക്സും ക്യാൻസൽ ആകും. 1 പ്ലസ് sin square എക്സ് ഡിവൈഡഡ് ബൈ cos square എക്സ് tan square എക്സ്. നമ്മുടെ റിസൾട്ട് കിട്ടി. cos 2x ഈക്വൽ ടു 1 മൈനസ് tan square എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan square എക്സ്. അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആകെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, cos 2x ഈക്വൽ ടു cos square എക്സ് മൈനസ് sin square എക്സ്. ബാക്കി എല്ലാം അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇത് 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ബൈ ഹാർട്ട് ആകും. ഇതും ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇത് നന്നായിട്ട് ഈ 3 നന്നായിട്ട് ഓർത്തിരിക്കുക. പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ 3 അതുകൊണ്ട് ഈ 3 നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് റിസൾട്ട് ഇതാണ്, sin 2x ഈക്വൽ ടു 2 sin x cos എക്സും sin 2x ഈക്വൽ ടു 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ എക്സും. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. sin 2x കിട്ടണമെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷനിൽ എപ്പോഴും നമ്മൾ തുടങ്ങുന്നത് sin ഓഫ് എക്സ് പ്ലസ് വൈ ആണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്ത് തുടങ്ങുന്ന സൈനിൻ്റെയും കോസിൻ്റെയും ഫസ്റ്റ് മെയിൻ 4 ഇക്വേഷനിൽ നിന്നാണ്. അപ്പോൾ ആ 4 ഇക്വേഷൻ നന്നായി തറവായിട്ട് മനസ്സിലാക്കിയിരിക്കണം. sin ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു sin എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ അല്ലേ? ഫംഗ്ഷൻ ഇൻ്റർചേഞ്ച് ചെയ്തു, അതുകൊണ്ട് സൈൻ മാറിയില്ല. ഇനി റീപ്ലേസിങ് വൈ ബൈ എക്സ്, നമുക്ക് ഈ വൈനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. വൈക്ക് പകരം എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കുക. എന്ത് കിട്ടും? സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് is equal to sin x cos x plus cos x sin x. sin of x plus x എന്ന് പറഞ്ഞാൽ sin 2x. sin 2x equal to sin x cos x sin x. സെയിം അല്ലേ? ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? 2 sin x cos x. നമ്മുടെ റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ നെക്സ്റ്റ് റിസൾട്ട് ഡിറൈവ് ചെയ്യാം. sin 2x ഈക്വൽ ടു എന്താണ് കിട്ടി? 2 sin x cos x ആണെന്ന് കിട്ടി അല്ലേ? അതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് റിസൾട്ട് ഡിറൈവ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് റിസൾട്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനൊന്നും മാറ്റി എഴുതാം. 2 sin x cos x ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ് പ്ലസ് sin സ്ക്വയർ എക്സ്. ഇനി നോക്കിക്കേ, ഇവിടെ 1 വരണം. 1 വരണമെങ്കിൽ ഈ cos സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് 1 വരണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? cos സ്ക്വയർ എക്സ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഡിവൈഡിങ് ഈച്ച് ടേം ബൈ cos സ്ക്വയർ എക്സ് ഇത് കിട്ടും. ഈക്വൽ ടു 2 sin x cos x ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഓരോ ടേം ചെയ്യണം sin സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ്. ഓൾ ഡിവൈഡഡ് ബൈ ആണ്, അത് സ്പ്ലിറ്റ് ആകും. ഇവിടെ 1 ആകും. ഇവിടെ ഒരു നോക്കിക്കേ 2 sin x cos x, ഈ cos x ഇവിടുത്തെ ഒരു cos x ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് sin x ഡിവൈഡ് ബൈ cos x എന്താണ്? tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെ sin സ്ക്വയർ എക്സ് ബൈ cos സ്ക്വയർ എക്സ് ആണ്, tan സ്ക്വയർ എക്സ് എന്ന് കിട്ടും. നമ്മുടെ റിസൾട്ട് എന്താണ്? സെയിം ആണ് അല്ലേ? 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ എക്സ്. ഓക്കെ, നെക്സ്റ്റ് റിസൾട്ട് tan ആണ്. tan 2x ഈക്വൽ ടു 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാവുന്ന ടാനിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ച റിസൾട്ട് ഏതാണ്? tan ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു tan എക്സ് പ്ലസ് tan വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan എക്സ് tan വൈ. ഇവിടുത്തെ സൈൻ പ്ലസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ മേലെയും പ്ലസ് ആണ് കണ്ടു. ഇനി ഇതിൽ നമ്മൾ വൈനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. വൈനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. എന്ത് കിട്ടും? tan ഓഫ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു tan എക്സ് പ്ലസ് tan എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ്
ടാൻ എക്സ് അല്ലേ, y മാറ്റി എക്സ് കൊടുത്തു. അപ്പോൾ ടാൻ ഓഫ് എക്സ് പ്ലസ് എക്സ്, ടാൻ 2x എന്ന് കിട്ടും, ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് ഇത് കിട്ടും. ടാൻ എക്സ് 2 പ്രാവശ്യം ടാൻ എക്സ് തന്നെയാണ്, 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ്, ടാൻ സ്ക്വയർ എക്സ് അല്ലേ. റിസൾട്ട് ഈസി ആയിട്ട് കിട്ടി. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ അറിയാവുന്ന ഇക്വേഷനിൽ തുടങ്ങുക, അതൊന്നും മാറ്റി കൊടുത്താൽ മതി. വൈന് മിക്കവാറും വൈന് എക്സിലോട്ട് മാറ്റുമ്പോഴാണ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് കിട്ടി. ഈ റിസൾട്ട് ഓർത്തിരിക്കുക, ടാൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. നെക്സ്റ്റ് നോക്കുന്നത് സൈൻ 3x ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. ഈ റിസൾട്ടാണ്. സൈൻ 3x ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. എപ്പോഴും നമുക്ക് അറിയാവുന്ന റിസൾട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക. നമുക്ക് അറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസൾട്ട് ഏതാണ്? നമ്മളെല്ലാ റിസൾട്ടും പ്രൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന അവിടെ നിന്ന് തന്നെയാണ്. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ നമുക്കറിയാം അല്ലേ, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ അറിയാം. അതുകൊണ്ട് നമുക്ക് ഈ സൈൻ 3xനെ ഒന്ന് മാറ്റി ആ ഫോമിലോട്ടാക്കാം. ഈക്വൽ ടു സൈൻ ഓഫ് 3x കിട്ടാൻ വേണ്ടി 2x പ്ലസ് എക്സ് എന്ന് എഴുതാം അല്ലേ. 3x കിട്ടണം, എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിൽ കിട്ടുകയും വേണം. ഇനി ഇത് നമുക്കറിയാം, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താ സൈന് കോസ് ബി. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എഴുതി നോക്കട്ടെ സൈഡിൽ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈന് കോസ് ബി, ഇവിടെ ഫംഗ്ഷൻ മാറിയതുകൊണ്ട് സൈൻ മാറണ്ട, പ്ലസ് കോസ് എ സൈൻ ബി അല്ലേ. അപ്പോൾ സൈൻ 2x സൈന് കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. എക്സിൻ്റെ സ്ഥാനത്ത് 2x വൈൻ്റെ സ്ഥാനത്ത് എക്സും ആയിട്ട് എഴുതണ്ടേ. സൈന് കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് എഴുതി. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ചുള്ള റിസൾട്ട് സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. പഠിച്ചുള്ള സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. കോസ് എക്സ് അങ്ങനെ തന്നെ എഴുതി, കോസ് എക്സ് പ്ലസ് കോസ് 2xന് നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. സൈൻ എക്സിനെ അങ്ങനെ തന്നെ എഴുതാം. ഈക്വൽ ടു 2 സൈൻ എക്സ്. കോസ് എക്സും കൂടെ അടുപ്പിക്കാം, ഇത് കിട്ടും കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 മൈനസ് ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. 1 ഇൻറ്റു സൈൻ എക്സ് മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ ക്യൂബ് എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ്. ഇനി ഇതൊന്ന് കോസ് സ്ക്വയർ എക്സിനെ ഒന്ന് മാറ്റി കൊടുക്കണം, 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാക്കണം. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കാരണം നമുക്ക് റിസൾട്ട് നോക്കിയെങ്കിൽ എല്ലാ സൈനിലാണ് കിട്ടുന്നത്, അതുകൊണ്ട് കോസ് ഒന്നും പാടില്ല, അതുകൊണ്ട് എല്ലാ സൈനിലോട്ട് മാറ്റിക്കൊള്ളണം. പ്ലസ് സൈൻ എക്സ് മൈനസ് 2 സൈൻ ക്യൂബ് എക്സ് ഈക്വൽ ടു, ഇത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം, 2 സൈൻ എക്സ് മൈനസ് 2 സൈൻ ക്യൂബ് എക്സ്, ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ, പ്ലസ് സൈൻ എക്സ് മൈനസ് 2 സൈൻ ക്യൂബ് എക്സ്. ഇവിടെ 2 സൈൻ എക്സ് ഉണ്ട്, ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്, ഇത് എഴുതും, ആഡ് ചെയ്യുമ്പോൾ 3 സൈൻ എക്സ് ആകും. മൈനസ് ഇവിടെ 2 സൈൻ ക്യൂബ് എക്സ് ഉണ്ട്, ഇവിടെ 2 സൈൻ ക്യൂബ് എക്സ് ഉണ്ട്, രണ്ടും നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് 4 സൈൻ ക്യൂബ് എക്സ് എന്ന് വരും. അപ്പോൾ 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് ആയി. ഇതുപോലെ തന്നെ നമുക്ക് കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കോസ് 3xനെ ഒന്ന് മാറ്റി കോസ് ഓഫ് 2x പ്ലസ് എക്സ് എന്ന് എഴുതിയാൽ മതി. ഇത് ചെയ്തതുപോലെ തന്നെ അതിനകത്ത് ആൻസറിൽ ഫുള്ള് കോസ് ആണ്, അതുകൊണ്ട് സൈൻ വരുന്ന ടൈം മാറ്റി കോസിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കണം. ചെയ്യുന്നതാണ്. ഇനി ഇത് ചെയ്തിട്ട് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ് ഞാനിവിടെ ഡിറൈവ് ചെയ്ത് കാണിച്ചത്.
ഇത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം. ബൈ ഹാർട്ട് ചെയ്യാൻ അതിൻ്റെ പ്ലസ് മൈനസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ ഇവിടെ cos 2x മൂന്നെണ്ണം ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇതിൽ ഫസ്റ്റ് കണ്ടില്ലേ, ഈ cos square x മൈനസ് sin square x ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അതിന് ശേഷം അതിൽ നിന്നാണ് ബാക്കി എല്ലാം ഡിറൈവ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ cos square x മൈനസ് sin square x ആണ്. ബാക്കി നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാം. ബൈ ഹാർട്ട് ഓർത്തിരിക്കണമെന്നില്ല. ഇത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ cos 2x ആണ്. അപ്പോൾ ബാക്കി അതുപോലെ sin 2x, cos 2x, പിന്നെ വരുന്ന ഇക്വേഷൻസ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ tan of x മൈനസ് വൈ, tan of x plus y. ഇത്ര റിസൾട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം താങ്ക് യു.